Hello all, welcome back to Shani and Christy's YouTube channel. Do like, share, subscribe and hit the bell icon for more videos. അപ്പോൾ വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടുമാങ്ങ അച്ചാറാണ് വിത്ത് ക്യാരറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്മച്ചിയുടെ വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും മാംഗോയിലേക്ക് നമുക്ക് കുറച്ച് മാരിനേഷന് വേണ്ടിയുള്ള മസാല ഇടാം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ കായം, അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സത്തേക്ക് നമുക്കിതൊന്ന് സൈഡാക്കി വെക്കാം. അപ്പോൾ നമ്മളിട്ട പൊടികളൊക്കെ നമ്മുടെ ക്യാരറ്റിലും മാംഗോയിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പോട്ടിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് കുറച്ച് നന്നായിട്ട് പുറത്തെടുക്കാം. ബിക്കോസ് ദിസ് ഈസ് എ കടുക് മങ്ങാച്ച, നമുക്ക് കുറച്ചുകൂടെ കടുക് വാരി ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഐറ്റംസായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഇതൊക്കെ ഒരു ഈ കാണുന്ന അളവ് അത്രയും എടുക്കുക. ഗൈസ്, അപ്പോൾ കൃത്യം മെഷർമെൻ്റ് ഒന്നും പറയാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സംഭവിച്ചത്. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അത്രയൊക്കെ തന്നെ സാധനങ്ങൾ ഇടുക. ആൻഡ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നവരെ മിക്സ് 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 എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് വരളട്ടെ. വരളട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവാപ്പൊടി, എന്നിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇടുന്നത്. അപ്പം അത് അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 to 6 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ടീസ്പൂൺ ഓഫ് വിനെഗർ ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന മാംഗോയും ക്യാരറ്റും എല്ലാം കൂടി ഇതിനകത്തോട്ട് എടുത്ത് ഇടുക ആൻഡ് മിക്സ് ചെയ്യുക. ആൻഡ് യുവർ അച്ചാർ ഈസ് റെഡി ടു സെർവ്. അപ്പോൾ നമ്മുടെ ഡിന്നറിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് മത്തി ഫ്രൈയും കൂടെ ഇതിൻ്റെ കൂടത്തി ഫ്രൈ ചെയ്തെടുത്തു. നല്ല റൈസ് പപ്പടംസ് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടി നല്ല തേങ്ങ അരച്ച മോരും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടി ഗൈസ്? ഡിന്നറിനുള്ള ചോറ്, പപ്പടം, നമ്മുടെ അച്ചാർ ആൻഡ് മത്തി ഫ്രൈ റെഡിയല്ലേ? കഴിക്കല്ലേ? കഴിക്കാം